ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകന്യ. വെൽക്കം ടു സൂസേസ് വ്ലോഗ്. ഹാപ്പി ബി ഹാപ്പി. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് 2006 കരുണാകരന്റെ സംവിധാനത്തിൽ ജനീലിയും അല്ലു അർജുനും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി റൊമാൻറ്റിക് മൂവിയായ ഹാപ്പിനെ കുറിച്ചിട്ടാണ്. 2004 പുറത്തിറങ്ങിയ അഴകിയ തീയ എന്ന തമിഴ് മൂവിയുടെ റീമേക്കാണ് ഈ മൂവി. ബണ്ണി, മധുമതി. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ക്യാരക്ടേഴ്സിനെ. നമ്മുടെ മലയാളികളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? നമ്മൾ നല്ലതിന് നല്ലതെന്ന് പറയും, പക്ഷെ അത് നല്ലതായിരിക്കണം. അതായത് നമ്മൾ നല്ലതാണെങ്കിലേ നല്ലതെന്ന് പറയുള്ളൂ. നല്ലത് കണ്ടു പറഞ്ഞു വെച്ചാൽ അത് നല്ലതാണെന്ന് പറയാൻ ഒരു മടിയും കാണിക്കത്തരുന്ന നമ്മള് മലയാളീസ്. ശരിയല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ബാക്ക് ടു ദ മൂവി. നായിക, അതായത് നമ്മുടെ മധുമതിയുടെ ഇൻട്രോ. പൊളിറ്റീഷ്യനായ അച്ഛൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പാവം കുട്ടി. അമ്മയുടെ ആഗ്രഹം കുട്ടി ഡോക്ടർ ആവണമെന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മധുമതി പഠിച്ച് ഡോക്ടർ ആവാനുള്ള പരിശ്രമത്തിലാണ്. ഇതിൽ ജനീലേക്കാണ് എന്ത് രസമാണല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നിന്നോടല്ല, കുയിലിനോടാ. മനുഷ്യരാരും നിന്നെ പ്രേമിക്കില്ലേ? തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനും ശത്രുക്കളായിട്ടാണ് കാണുന്നത് തന്നെ. 2006 പുറത്തിറങ്ങിയ തെലുഗു മൂവിയായ ഹാപ്പി ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ല. പിന്നീട് ഈ ചിത്രം മലയാളത്തിൽ ഹാപ്പി ബി ഹാപ്പി എന്ന പേരിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തു. 175 ദിവസത്തിലധികം സൂപ്പർ ഹിറ്റായി ഓടിയ മൂവി കേരളത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. പിന്നെ അല്ലു അർജുന്റെ ഒറിജിനൽ സൗണ്ട് ഇതാണെന്ന് ഞാൻ റീസെന്റ് ആണ് മനസ്സിലാക്കിയത്. இந்த மண்ணுக்கு நம்ம கொடுக்கிற ரெஸ்பெக்ட், அது நம்ம எந்த மண்ணு மேல நிக்கணுமோ அந்த மண்ணில தான் நம்ம பேச முடிஞ்சு. പക്ഷെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും അല്ലു അർജുന്റെ സൗണ്ട് എന്ന് പറഞ്ഞ വെച്ചാൽ ഇതല്ലേ? ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. പിന്നെ ശരിക്കും സൗണ്ടിന്റെ ഉടമ എന്ന് പറയുന്നത് നമ്മുടെ ജിസ് ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. മലയാളത്തിൽ അല്ലു അർജുന്റെ ഫാൻ ബേസ് കൂട്ടാൻ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം ഇദ്ദേഹം തന്നെയാണ്. പിന്നെ ഒരു ഡബ്ഡ് മൂവി ആണെങ്കിൽ കൂടെ ഇതിലെ സോങ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെ മൈൻഡിലും മെമ്മറീസിലും ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. ബാങ്ക് വിളിക്കും. ഒരു ഡബ്ഡ് മൂവി ആണെങ്കിലും കണ്ടിരിക്കുന്നവർക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ മൂവിക്കുള്ളത്. ഓക്കെ, വെയിറ്റ്. 2006 പുറത്തിറങ്ങിയ ഈ മൂവി 2011 ഒഡിയയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീൻ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോ? ലോഫർ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ മൂവി ഒരു സെമി ഹിറ്റ് ആയിരുന്നു. നമുക്ക് അല്ലു അർജുന്റെ ആക്ടിങ് കണ്ട് ഇതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഇത് വലിയ ഹിറ്റ് ഒന്നും ആയില്ല കേട്ടോ, സെമി ഹിറ്റ് ആയിരുന്നു. ഓക്കെ, ബാക്ക് ടു ഹാപ്പി ബി ഹാപ്പി. ടോക്സിക് ആയിട്ടുള്ള അച്ഛൻ മാത്രമാണ് സപ്പോർട്ട് ആയിട്ടുള്ളൂ. എന്റെ മോളെ പിടിച്ചോണ്ട് വരാം, അവൻ അവളെ കെട്ടുമോ? പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ? അതോ ലവ് ഫെയിലിയേഴ്സോ വണ്ടിയിൽ പോകുമ്പോഴോ ആരാണെങ്കിലും ഈ പാട്ട് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിലെ സോങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ കൈരളിയൊക്കെ ഇത് കണ്ട് പഠിക്കണം. കൈരളിയൊക്കെ എന്ത് തേങ്ങ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഡബ് ചെയ്യൂ, ഇതുപോലെയൊക്കെ ഡബ് ചെയ്താലും നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത്
ഈ മൂവിയിൽ ഓരോ സീൻസും ഓരോ ഡയലോഗ്സും എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ, അല്ല ഇഷ്ടപ്പെട്ട സീൻ ഏതാ, ഏതെന്ന് പറഞ്ഞു വെച്ചാൽ താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഈ മൂവി കാണാത്ത ഏതെങ്കിലും ജെൻസി കിഡ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ എന്തായാലും ഇപ്പൊ പോയി കാണാൻ. നിങ്ങൾക്ക് കണ്ടില്ലെന്ന് പറഞ്ഞു വെച്ചാൽ നഷ്ടമായിരിക്കും. ഒടിയിൽ എടുത്തിരിക്കുന്ന സീൻസ് ഒന്നും എനിക്ക് കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. ഇതിൽ ലാസ്റ്റ് ഫൈറ്റ് സീനില് ചോര കൂടെ വരുന്നില്ല. ഇവിടെ കണ്ടോ ചോരയിൽ കുളിച്ചിട്ടാ നിൽക്കുന്നു. ഇതാണ് നമുക്ക് കുറച്ചും കൂടെ റിയാലിറ്റി ആയിട്ട് തോന്നുന്നത്. ഇതിങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? കുറച്ചും കൂടെ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ സെറ്റായിട്ട് എടുത്താൽ മതി. റീമേക്ക് ചെയ്ത് കുളമാക്കാണ്ടിരുന്നാൽ മതി. കുളമാക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മുടെ ഗില്ലി പോലെ അടിപൊളിയായിട്ട് റീമേക്ക് ചെയ്ത് പറഞ്ഞു വെച്ചാൽ സെറ്റാണ്. നമ്മൾ മലയാളീസ് അതിനെ ഏറ്റെടുക്കും. അവരുടെ ഫൈറ്റും ലവും എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണല്ലേ. റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മൂവിയാണ് കേട്ടോ ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്നത്. അല്ലു അർജുന്റെ എല്ലാ ഡബ്ഡ് മൂവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ധീര എന്ത് പടമാണല്ലേ, എന്റെ പൊന്നോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡബ്ഡ് മൂവി ഏതാന്ന് പറഞ്ഞു വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയും ഗൈസ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ബൈ ഗൈസ്.